നമസ്കാരം. ഞങ്ങൾ ഇന്നിരിക്കുന്നത് ക്രസ്റ്റ് ലൈൻ്റെ മുകളിലായിട്ട് ഒരു നാഷണൽ പാർക്കാണ്. സാൻ ബെർണാർഡിനോ ലോസ് ഏഞ്ചൽസിലുള്ള ഒരു സ്ഥലമാണ്. അത് മൗണ്ടനാണ്. അപ്പോൾ അതിന് നാഷണൽ പാർക്കിൻ്റെ മുന്നിലിരുന്നാണ് ഞാനും വിക്ടറും കൂടെ ഈ വീഡിയോ ചെയ്യുന്നത്. വിക്ടർ, ഇപ്പം ഞാൻ പലപ്പോഴും ഉക്രൈൻ റഷ്യ വാറിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഞാൻ ആദ്യമേ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ വാറിൻ്റെ എൻഡ് എന്ന് പറയുന്നത് റഷ്യയുടെ പരാജയമായിരിക്കും. റഷ്യ വല്ലാതങ്ങ് തോറ്റുപോകും. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് കാണാൻ സാധിക്കുന്നത് നാറ്റോയാണ്, അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങളാണ് വെപ്പൺസ് കൊടുക്കുന്നത്. പക്ഷേ അവിടെ ഒരു റഷ്യയുടെ പരാജയമായിട്ടാണ് ഈ വാറിൻ്റെ അവസാന ദിവസങ്ങളിൽ കാണുന്നത്. എന്താണ് അതിനെപ്പറ്റി അഭിപ്രായം? ഇതിൻ്റെ വാസ്തവം എന്ന് പറഞ്ഞാൽ ഇതിലേറ്റവും വലിയ കക്ഷി യുദ്ധം നടക്കുന്നത് അമേരിക്ക അതിൽ ഭാഗമല്ലെങ്കിലും അമേരിക്കയും പൂട്ടിനായിട്ടുള്ള ഒരു അമേരിക്കൻ രാഷ്ട്രീയമായിട്ട് അത് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇതിനെ വേണമെങ്കിൽ പൂട്ടിൻ പിടിച്ച പുലിവാലെന്ന് വേണമെങ്കിൽ പറയാം. കാരണം പൂട്ടിന് ഈ യുക്രൈൻ ആക്രമിക്കാൻ പോകുമ്പോൾ തന്നെ പറയുന്നുണ്ട് വേണ്ട വേണ്ട എന്ന് അമേരിക്കയെന്ന്. കാരണം ഇത് ഇത്രമായിട്ടുള്ള പൂട്ടിൻ ഉദ്ദേശിച്ചത് 2 ദിവസം പോയിട്ട് യുക്രൈനെ പിടിച്ച് വരാമെന്നുള്ളൊരു ലാഘവത്തോടെയാണ് അദ്ദേഹം ഇത് തുടങ്ങിയത്. പക്ഷെ കൈവിട്ട് പോയി 2 കൊല്ലമാവുമ്പേ ഇന്ന് സെലൻസ്കി കാണിക്കുന്നത് ഒരു F-16, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കിട്ടിയ F-16 ഫൈറ്റർ. ഇതിനകത്ത് എവിടെയും പറയുന്നില്ല F-16 ഉപയോഗിച്ചു എന്ന്. പക്ഷെ അത് മുകളിൽ സ്കൈസിലൊക്കെ സാധനം കിടന്ന് പറക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. പക്ഷേ ഉക്രൈൻ പറഞ്ഞിട്ട് അവർ പറയുന്നത് ഇപ്പോഴും ഡ്രോൺ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്തു എന്നാണ്. അപ്പോൾ തുർക്കി പോലും അവിടെ ഡ്രോൺ ഉണ്ടാക്കുന്ന അവിടെ ഒരു ഫാക്ടറി കീവിലോ കൊടുത്തിട്ടുണ്ട്. കാരണം നേരിട്ട് ഉണ്ടാക്കി ഉപയോഗിച്ചോളാൻ വേണ്ടി. അതായത് ഉർദുഗാനും സെലൻസ്കിയുമായിട്ട് ഡീലിൻ്റെ ഭാഗമായിട്ട്. പക്ഷെ നമ്മളിത് കൂട്ടി വായിക്കേണ്ടത് 2-3 ദിവസം മുമ്പ് സെലൻസ്കി 2 F-16 നടുക്ക് നിന്നിട്ട് ഒരു പത്രസമ്മേളനം നടത്തുന്നുണ്ട്. ഞങ്ങൾക്ക് F-16 കിട്ടിയിട്ടുണ്ട്, നാറ്റോ ഞങ്ങൾക്ക് F-16 തന്നു. അതിനുശേഷമാണ് ഒരു 10-300 മൈൽ ഉള്ളിലേക്ക് കയറിയിട്ട് റഷ്യയുടെ അതിർത്തിയിലേക്ക് കയറിയിട്ട്, അതിർത്തിയല്ല അകത്ത് കയറിയിട്ട് 100 മൈൽ സ്ക്വയർ കിലോമീറ്ററിനകത്തോട്ടാണ് കയറിയേക്കാണ്. ഏകദേശം 76,000 പേരെയാണ് റഷ്യൻ അകത്തുള്ള ടെറിട്ടറി, അതിനകത്തുനിന്ന് റഷ്യ ജനങ്ങളെ ഇവാക്യുവേറ്റ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ റഷ്യയുടെ പ്രധാനപ്പെട്ട ന്യൂക്ലിയർ ബേസും അതേപോലെ തന്നെ മിസൈൽ ബേസ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉക്രൈനെതിരെയാണ്. അതിൽ വല്ലാത്ത അടിയാണ് കിട്ടിയിരിക്കുന്നത്. അത് ഗ്ലോബൽ മീഡിയ തന്നെ പറയുന്നത് റഷ്യയുടെ പതനം ഇന്ന് മുതൽ തുടങ്ങുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? ഇതിൽ വേറൊരു റഷ്യയുടെ പതനം തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ റഷ്യ ഒരു ഭീമാകാരമായ രാജ്യമാണ്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ അമേരിക്കൻ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. പൂട്ടിനും ട്രംപുമായിട്ടൊരു വൈകാരികമായിട്ടുള്ള ഒരു അടുത്ത ബന്ധമുണ്ട്, സൗഹൃദ ബന്ധമുണ്ട്. അത് നമ്മളുടെ ഇന്ത്യയിലെ മോഡിയുമായിട്ടും ട്രംപിനുള്ള വ്യക്തിബന്ധം അതൊരു അന്താരാഷ്ട്ര വിഷയമാണെങ്കിലും ഇവിടെ ഞാൻ കാണുന്നത് ഈ 2 വർഷത്തെ യുദ്ധത്തിനിടയിൽ കമല ഹാരിസാണ് ഇപ്പോൾ ഇവിടെ എതിർഭാഗത്ത് ഡെമോക്രാറ്റുകളുടെ കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നത്. അവർ ഈ യുദ്ധത്തിൽ എന്തോ ലക്ഷ്യം കണ്ടിട്ട് അവരുടെ വിജയത്തെ അടുത്ത 90 ദിവസത്തിൽ നടക്കാൻ പോകുന്ന ഈ ഇലക്ഷന് അവരുടെ വിജയത്തിനെ ബാധിക്കുന്ന ഒരു ഘടകം യുക്രൈൻ വാറും ഗാസയിൽ നടക്കുന്ന ഇസ്രായേൽ വാറുമൊക്കെ ഇതാണ്. അപ്പോൾ കമല ഹാരിസ് എനിക്ക് അദൃശ്യമായിട്ടുള്ള കരങ്ങൾ എവിടെയൊക്കെയോ പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തന്നെയല്ല ട്രംപ് വരികയാണെങ്കിൽ ഒരു പക്ഷേ യുക്രൈൻ ഈ പറഞ്ഞ മാതിരിയുള്ള ഒരു സഹകരണം, ഈ മിലിറ്ററി ആയിട്ടുള്ള സഹകരണം കിട്ടിയെന്ന് വരില്ല. അല്ല, ഇപ്പം അതിൻ്റെ അത് എനിക്ക് പറയാനുള്ള 2-3 പോയിൻ്റ് ഉണ്ട്. പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉക്രൈൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് ഒരു സൈന്യമില്ല. അതാണ് ഏറ്റവും പ്രധാനമായിട്ട്. കാരണം അവർക്ക് ഈ പറയുന്ന ഏകദേശം 60,000 പേരുള്ള ഒരു സൈന്യം, അതിനകത്ത് ചില ആൾക്കാർ നാറ്റോയിൽ ട്രെയിനിങ്ങിന് പോയി. ഇതിൻ്റെ പേരിലാണ് പുട്ടിനെ പ്രകോപിപ്പിച്ചത്. പക്ഷേ പിന്നീട് നിങ്ങൾ കണ്ടോണം, ഈ വാറിൻ്റെ തുടക്കം അതിന് ശേഷം കണ്ടോണം, ഈ നാറ്റോ രാജ്യങ്ങൾ വെപ്പൺസ് കൊടുക്കാൻ തുടങ്ങി ഉക്രൈന്. ആദ്യം ഉക്രൈൻ്റെ റഷ്യൻ പട്ടാളം കീവ് വരെ സൈഡ് വരെ പോയിട്ടാണ് അവർ തിരിച്ചു വരുന്നത്. ഏറ്റവും അബദ്ധമാണ് അത് പുടിൻ കാണിച്ചത്. തിരിച്ചു വന്ന് ഇവർക്ക് ആ സമയം കിട്ടി. അതായത് പട്ടാളക്കാർക്ക് അവിടെ നാറ്റോ രാജ്യം പ്രത്യേകിച്ച് ജർമ്മനിയുടെ ടാങ്കുകൾ കിട്ടി, അതേപോലെ വെപ്പൺസ് കിട്ടി, അതുപോലെ അമേരിക്കൻ ഡ്രോൺസ് കിട്ടി, തുർക്കിയുടെ ഡ്രോൺസ് കിട്ടി. അങ്ങനെ നാറ്റോ രാജ്യങ്ങളുടെ വെപ്പണിന് മുമ്പിൽ റഷ്യയുടെ വെപ്പൺ വെറും പാട്ടയായി മാറി. ഇതാണ് ഏറ്റവും പ്രധാനം. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് റഷ്യയുടെ S-400 എന്ന് പറയുന്ന ആൻറ്റി മിസൈൽസ് വെപ്പൺ.
അത് ഇന്ത്യ വരെ വാങ്ങിയിട്ടുണ്ട്. ഇപ്പം ടർക്കിയും വാങ്ങി, ടർക്കിയും ഇന്ത്യയും വാങ്ങി. ഇപ്പം അതിപ്പോൾ വേസ്റ്റായിട്ട് പോവാണ്. കാരണം ഇറാനിൽ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതേപോലെ തന്നെ ഉക്രൈൻ റഷ്യ വാർ ഒന്നും ചെയ്യാൻ പറ്റി. കാരണം അവരുടെ ടെറിട്ടറിയുടെ ബേസിനകത്ത് കയറി നാറ്റോ വെപ്പൺസ് കയറി ഇടുക, ഉക്രൈൻ ഇട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മനസ്സിലായി ഏതാണ്ട് റഷ്യയുടെ സൈനിക ശക്തി പൂർണ്ണമായിട്ടും അമേരിക്കയുടെ നാറ്റോയുടെ മുമ്പിൽ വലിയ പൂജ്യമായി മാറി. മനസ്സിലാക്കുക, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന പട്ടാളക്കാർക്ക് ഉക്രൈൻ, അതായത് പല സാധാരണക്കാരനെ കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടാണ് അവർ ഫൈറ്റ് ചെയ്യുന്നത്. എന്നിട്ടും ഇവിടെ റഷ്യയുടെ അകത്തോട്ട്, ടെറിട്ടറിക്ക് അകത്തോട്ട് പോയത് പുടിൻ പിടിച്ച പുലിവാലാണ്. മിക്കവാറും ഞാൻ ആദ്യത്തെ പല വീഡിയോകൾ പറയാറുണ്ട്, ഈ വാറോടുകൂടി വ്ളാദിമിർ പുടിൻ എന്ന് പറയുന്നയാൾ റഷ്യയിൽ നിന്ന് ഒളിച്ചോടേണ്ട സ്ഥിതിയിലോട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പം ഇതിനെപ്പറ്റി എന്താ ഉദ്ദേശിക്കുന്നത്? ഈ പുടിൻ്റെ സൗഹൃദ ബന്ധമെന്ന് പറയുന്നത് മുമ്പത്തെ USSRനെ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, സോവിയറ്റ് യൂണിയന്. അന്നു മുതലുള്ള സൗഹൃദ ബന്ധമാണ് ഇന്ത്യയായിട്ട്, ഇറാനായിട്ട്, അല്ലെങ്കിൽ നോർത്ത് കൊറിയ ആയിട്ട്. ചൈനയായിട്ട് ബന്ധമില്ലെങ്കിലും ചൈന കമ്മ്യൂണിസം അവർക്ക് ചെറിയ അന്നത്തെ ബന്ധങ്ങളുണ്ടായിരുന്നു. പക്ഷേ ചൈന അവരെ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ സഹായിക്കാൻ പോകുന്നില്ല, ആയുധങ്ങൾ കൊടുക്കുന്നില്ല, സഹായം ഒന്നും നൽകുന്നില്ല സി ജിൻപിങ്. പക്ഷേ നോർത്ത് കൊറിയ വെപ്പൺ കൊടുക്കുന്നുണ്ട്, ഇറാൻ വെപ്പൺ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ വെപ്പൺ കൊണ്ടൊന്നും പിടിച്ചേക്കാൻ പറ്റുന്നില്ല. കാരണം നാറ്റോയുടെ കയ്യിലിരിക്കുന്ന വെപ്പൺസ് യൂറോപ്യൻ യൂണിയനിൽ 30ഓളം രാഷ്ട്രങ്ങൾ കൊടുക്കുന്നു, അമേരിക്ക കൊടുക്കുന്നു. എല്ലാവരും യുക്രൈൻ്റെ കൂടെ നിൽക്കണം. യുക്രൈൻ്റെ കയ്യിൽ ഒന്നുമില്ല. പക്ഷേ അവർ ഈ യുദ്ധം പിടിച്ചു നിന്നത് പുടിനെ പയ്യെ 2 കൊല്ലം പിടിച്ചു കൊണ്ടുവന്ന് ഇല്ലാണ്ടാക്കുന്ന ഒരു അതാണിത്. ഈ തന്ത്രത്തിലാണ് പുടിൻ വീണ് പോയത്. ഇതിൽ ഉക്രൈൻ അതിൻ്റെ അകത്തൊരു വിക്ടിം എന്ന് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. കാരണം ഇതോടുകൂടി പുടിനും റഷ്യയും എന്ന് പറഞ്ഞ രാജ്യം, അതായത് അമേരിക്ക കഴിഞ്ഞാൽ അടുത്ത രാജ്യം, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ബലാബലമായി നിന്നിരുന്ന രാജ്യമായിരുന്നു റഷ്യ. മനസ്സിലാക്കേണ്ടതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്. റഷ്യയുടെ കയ്യിലുള്ള ഹാർഡ്വെയർ, അതായത് വെപ്പൺസിൻ്റെ ഹാർഡ്വെയറാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇൻക്ലൂഡിങ് ടാങ്ക് ആണെങ്കിലും മറ്റുള്ള വെപ്പൺസ് ആണെങ്കിലും ആമിനേഷൻ ആണെങ്കിലും അതേപോലെ ഫൈറ്റർ എയർക്രാഫ്റ്റ് പോലും. അതായത് റഷ്യൻ ഫൈറ്റർ എയർക്രാഫ്റ്റിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നമ്മൾ കാണേണ്ട ഏറ്റവും, ഇത് വളരെ സസൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണെങ്കിൽ ഇന്ത്യയും ഇതിനകത്തൊരു തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു. അതായത് റഷ്യൻ വെപ്പൺസ് ആണെങ്കിലും ഫൈറ്റർ ജെറ്റ് ആണെങ്കിലും നാറ്റോയുടെ മുമ്പിൽ ഒന്നുമല്ലാതായി മാറി. അതായത് ട്രെയിൻ ചെയ്ത ഉക്രൈൻ സൈന്യത്തിന് മുമ്പിൽ ഇതെല്ലാം പൂർണ്ണമായിട്ടും നിശബ്ദമായി മാറി. അതുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്നത് ഏകദേശം 100 സ്ക്വയർ മൈൽ, ഏകദേശം 280ഓളം കിലോമീറ്റർ റഷ്യയുടെ അകത്ത് കയറി. അപ്പം മോസ്കോയിലൊന്നും പോകാൻ ഇനിയും വലിയ സമയമെടുക്കത്തില്ല. അതായത് ആദ്യം പറഞ്ഞ വീഡിയോ പോലെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട്, ഇതേ വെപ്പൺ ഉപയോഗിച്ചാണ് ഇറാൻ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നത്. അതാണ് അവിടെയും പ്രശ്നം ഉണ്ടായേക്കുന്നത്. അതായത് റഷ്യ അണ്ടർ സൂപ്പ് എന്ന് പറയുന്ന പോലെ പുടിൻ്റെ ദിവസവും എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്നാണ് ഈ നടക്കുന്ന യുദ്ധത്തിൻ്റെ റിപ്പോർട്ടുകൾ നമ്മെ സൂചിപ്പിക്കുന്നത്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇത് പുടിനെ സന്ധി സംഭാഷണത്തിന് ടേബിളിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ളൊരു നീക്കമായിട്ട് കാണാം. ഒരു പക്ഷേ പുടിൻ പറയാണ് ഞാൻ യുക്രൈനിൽ നിന്ന് പിന്മാറിക്കോളാം, ചർച്ചകൾ നടക്കുമല്ലോ. ഉള്ളിക്കൂടെയുള്ള ചർച്ചകൾ നമ്മൾ സാധാരണ മനുഷ്യരൊന്നും കാണുന്നില്ല, ഉള്ളിക്കൂടെ പലതരം ചർച്ചകൾ. അപ്പോൾ ആ ഒരു ഒത്തുതീർപ്പ് ചർച്ചയിലേക്ക് പുടിൻ ടേബിളിലേക്ക് വരാൻ തയ്യാറായാൽ പുടിന് വലിയ നഷ്ടമില്ലാണ്ട് പോകാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. റഷ്യക്കാണ് ഇതിൽ ഏറ്റവും വലിയ നഷ്ടം. ഏകദേശം 1.5 ലക്ഷത്തോളം റഷ്യൻ പട്ടാളക്കാരാണ് കൊല്ലപ്പെട്ടത്. ഏകദേശം 3 ലക്ഷത്തോളം റഷ്യൻ പട്ടാളക്കാർ സീരിയസ് ആയിട്ട് ഇഞ്ചുവേർഡായി. അതിൻ്റെ പേരിലാണ് അവർ കൂലിപ്പട്ടാളമായിട്ട് ഇന്ത്യയിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് എടുത്തേക്കുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് പോലും ആൾക്കാർ പോയിരിക്കും. ഇത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, റഷ്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ സൈനിക ശക്തി വ്ളാദിമിർ പുടിൻ നശിപ്പിച്ച് അത് ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുത്തു. ഇന്ത്യക്ക് ഒരു പാഠമാണ്. ഈ റഷ്യൻ സാധനം മേടിച്ച് പാട്ട സാധനമാണ്, ഇത് കൊണ്ട് ഡംപ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു. സുക്കോയ് പോലെയുള്ള സാധനങ്ങളൊന്നും അവരുടെ 57ഉം 34 എന്തൊക്കെയാ സുക്കോയ് 35 ഒന്നും അല്ലാതായി മാറി. കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവിടെ വെച്ച്. ഇതാണ് അതിൻ്റെ അകത്ത് കണ്ടിരിക്കുന്ന ഒരു പാഠം.